കാഴ്ചയെടുപ്പത്തിൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നക്ഷത്രവനം. ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷവും കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അവരവരുടെ നക്ഷത്ര വൃക്ഷങ്ങൾ നശിപ്പിക്കാതിരിക്കുകയും നട്ടുപരിചരിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. നമ്മളെത്തിയിരിക്കുകയാണ് നക്ഷത്രവനത്തിലേക്ക്. ആദ്യ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം കാഞ്ഞിരമാണ്. കാഞ്ഞിരം ഒരേ സമയം ഔഷധവും വിഷവുമാണ്. കൃത്യമായ അറിവോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് കാഞ്ഞിരം. ഭരണി. ഭരണി നാളിൻ്റെ വൃക്ഷം നെല്ലിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും നെല്ലിക്ക മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. കാർത്തിക നക്ഷത്രത്തിൻ്റെ വൃക്ഷം അത്തിയാണ്. ഉണങ്ങിയ അത്തിപ്പഴം മറ്റേതൊരു പഴത്തേക്കാളും കാൽസ്യം അടങ്ങിയതാണ്. അത്തിപ്പഴം ചർമ്മത്തിന് ചെറുപ്പവും തിളക്കവും നൽകാൻ സഹായിക്കുന്നതാണ്. രോഹിണി. രോഹിണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഞാവലാണ്. പല്ലുകളുടെയും മോണയുടെയും ബലത്തിനും ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ഫലപ്രദം. പ്രമേഹത്തിനും ഉത്തമം. മകയിര നക്ഷത്രത്തിൻ്റെ വൃക്ഷം കരിങ്ങാലിയാണ്. കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ തണ്ട്, പൂവ്, വേര് ഇവയെല്ലാം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. രക്തശുദ്ധി, കഫം, ചുമ, വിരശല്യം, ചൊറിച്ചിൽ എന്നിവയ്ക്കും കരിങ്ങാലി ഉത്തമമാണ്. തിരുവാതിരയുടെ വൃക്ഷം കരിമരമാണ്. ഈടുമുറുപ്പും കരിപോലെ കറുത്ത നിറവുമുള്ള തടിയാണ് കരിമരം. കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും കരിമരം ഉപയോഗിക്കാറുണ്ട്. പുണർദം. പുണർദം നക്ഷത്രക്കാരുടെ വൃക്ഷം മുളയാണ്. ഏകപുഷ്പിയായ മുളയുടെ അരി വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ്. മുളക്കൂമ്പ് കറി വയ്ക്കുന്നവരുമുണ്ട്. പൂയം. പൂയത്തിൻ്റെ വൃക്ഷം അരയാലാണ്. ഇതിൻ്റെ പഴുത്ത കായ രക്തപിത്തം, ചുടുനീറ്റൽ, ഛർദി, അരച്ചിൽ, വിഷം എന്നിവയ്ക്ക് വളരെ ഉത്തമ ഔഷധമാണ്. ഓക്സിജൻ ധാരാളം പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണിത്. ആയില്യം. ആയില്യം നാളിൻ്റെ വൃക്ഷം നാഗമാണ്. ഇതും വളരെ നല്ല ഒരു വൃക്ഷമാണ്. മകം. മകം നാളിൻ്റെ വൃക്ഷം പേരാലാണ്. ഇതിൻ്റെ കായും കറയും ചേർത്തരച്ച് പുരട്ടിയാൽ കാലിലുണ്ടാകുന്ന വെടിച്ചുകീറൽ മാറും. മറ്റനവധി ഔഷധ ഗുണങ്ങളും ഈ വൃക്ഷത്തിനുണ്ട്. പൂരം. പൂരം നക്ഷത്രത്തിൻ്റെ വൃക്ഷം ചമതയാണ്. ഇതിൻ്റെ പൂവിട്ട് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണെന്ന് നോർത്ത് ഇന്ത്യൻസ് പറയാറുണ്ട്. അലങ്കാര വൃക്ഷമായും നടാറുണ്ട്. ഉത്രം. ഉത്രം നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇത്തിയാണ്. പ്രമേഹം, അൾസർ, ത്വക്കുരോഗങ്ങൾ എന്നിവയ്ക്ക് ഔഷധമായി ഇവ ഉപയോഗിക്കുന്നുണ്ട്. അത്തം. അത്തം നാളിൻ്റെ വൃക്ഷം അമ്പഴമാണ്. ഇത് നട്ടു വളർത്തിയാൽ ആരോഗ്യവും സമ്പത്തും കൂടും. ഇതിൻ്റെ കായ അച്ചാറ് വയ്ക്കാറുണ്ട്. ഇതിൻ്റെ പഴച്ചാർ തേനും ചേർത്ത് കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കുന്നതിനും പനി, ചുമ, ചൊറിച്ചിൽ, കൃമിശല്യം, ഉയർന്ന രക്തസമ്മർദ്ദം, വിളർച്ച, ദഹനക്കേടുകൾ എന്നിവയ്ക്കും പരിഹാരമാണ്. ചിത്തിര. ചിത്തിര നക്ഷത്രത്തിൻ്റെ വൃക്ഷം കൂവളമാണ്. കൂവളത്തിലിയുടെ നീര് ചെവിവേദന, ചെവിക്കുണ്ടാകുന്ന പഴുപ്പ് എന്നിവയ്ക്ക് ഔഷധമാണ്. ദശമൂലാരിഷ്ടം, വില്ലാതി ലേഹ്യം എന്നിവയിൽ കൂവളം ചേർത്തിട്ടുണ്ട്. ചോതി. ചോതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം നീർമരുതാണ്. ഹൃദ്രോഗത്തിന് നീർമരുത് ഔഷധമാണെന്ന് പറയുന്നു. വിശാഖം. വിശാഖനാളിൻ്റെ വൃക്ഷം വയങ്കരയാണ്. അനിഴം. അനിഴം നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇലഞ്ഞിയാണ്. ഇതിൻ്റെ പൂവിന് നല്ല സുഗന്ധമാണ്. പല്ല് ദൃഢമാക്കുന്നതിന് ഇതിൻ്റെ തൊലിയും പഴവും ഉപയോഗിച്ച് പല്ല് തേച്ചാൽ മതി.
തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷം വെട്ടിയാണ്. ഇതിൻ്റെ വേരുകൾക്ക് ഔഷധ ഗുണമുണ്ട്. മൂലം. മൂലം നക്ഷത്രത്തിൻ്റെ വൃക്ഷം വെള്ളപ്പൈനാണ്. വെള്ളപ്പൈനിനെ വെള്ളക്കുന്തിരിക്കം എന്നും പറയാറുണ്ട്. ഇല, കറ എന്നിവ ഔഷധങ്ങളായി ഉപയോഗിക്കാറുണ്ട്. പൂരാടം. പൂരാടം നക്ഷത്രത്തിൻ്റെ വൃക്ഷം വഞ്ചിയാണ്. വഞ്ചിയുടെ പൂക്കൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട്. തടാകങ്ങളിലെ വെള്ളം വേനൽക്കാലത്ത് ആവിയായി നഷ്ടപ്പെടാതിരിക്കാൻ വഞ്ചിമരത്തിൻ്റെ തണൽ സഹായമാകാറുണ്ട്. ഉത്രാടം. ഉത്രാട നക്ഷത്രത്തിൻ്റെ വൃക്ഷം പ്ലാവാണ്. മലയാളിയോടൊന്നും ചേർന്ന് നിൽക്കുന്ന വൃക്ഷമാണ് പ്ലാവ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കപ്പയും ചക്കയും ചേർന്നാണ് കേരളത്തെ പട്ടിണി കിടക്കാതെ സംരക്ഷിച്ചത് എന്ന് ചരിത്രം പറയുന്നു. തിരുവോണം. തിരുവോണ നക്ഷത്രത്തിന് എരിക്കാണ് വൃക്ഷം. എന്നാൽ ഇതിനെ വൃക്ഷമെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ചെടിയാണ്. വളരെയേറെ ഔഷധ ഗുണമുള്ള സസ്യമാണ് എരിക്ക്. ഇതിൻ്റെ പൂക്കൾ ശിവപൂജയ്ക്കെടുക്കാറുണ്ട്. അവിട്ടം. അവിട്ടം നക്ഷത്രത്തിൻ്റെ വൃക്ഷം വന്നിയാണ്. ഇതിൻ്റെ കുരു ഭക്ഷ്യയോഗ്യമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇല കാലിത്തീറ്റയും തടി നല്ല വൃഗമാണ്. ചതയം. ചതയ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കടമ്പാണ്. ഇതിൻ്റെ പുറംതൊലി വേദനകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. ഇലകൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. ഹിന്ദുമതം ദേവപരിവേഷം കൊടുത്ത് ആരാധിക്കുന്ന ഒരു മരം കൂടിയാണിത്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥകൾ ഈ വൃക്ഷത്തെ ചൊല്ലി പറയാറുണ്ട്. പുരൂരുട്ടാതി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം മാവാണ്. പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തെ തരുന്ന മാവിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഉത്രട്ടാതി. ഉത്രട്ടാതിയുടെ വൃക്ഷം കരിമ്പനയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന പനന്നൊങ്കിനെ ഐസ് ആപ്പിൾ എന്നാണ് പറയുന്നത്. ജീവകം സി ഇതിലുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിയും കൂടുന്നു. രേവതി. രേവതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇല്ലിപ്പയാണ്. ഇതിൻ്റെ കായ ത്വക്ക് രോഗങ്ങൾക്ക് ഔഷധമാണ്. ഇതിൻ്റെ തൊലി കൊണ്ടുള്ള കഷായം വാതത്തിന് നല്ലതാണെന്ന് പറയുന്നു. ഭൂമിക്ക് വേണ്ടുന്ന ഓക്സിജനിൽ 50% മുതൽ 80% വരെ കടലാണ് നൽകുന്നത്. അതിൽ തന്നെ 70% ഓക്സിജനും പ്ലാങ്ക്ടൺ എന്ന സസ്യജന്തുവർഗത്തിൽപ്പെട്ട ജീവികളാണ് നൽകുന്നത്. എന്നിരുന്നാലും മരങ്ങളുടെയും ചെടികളുടെയും പ്രാധാന്യം കുറയുന്നില്ല. കേവലം ഒരു തേനീച്ചയുടെ വംശം തന്നെ ഇല്ലാതായാൽ മനുഷ്യന് ഭൂമിയിൽ പ്രകൃതി ജീവനം അസാധ്യമായി തീരും. അതുകൊണ്ട് നദികൾ ചീത്തയാകാതിരിക്കട്ടെ, കടലുകളിൽ അഴുക്കടിഞ്ഞുകൂടാതിരിക്കട്ടെ, ചെടികളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും നിലനിൽക്കപ്പെടട്ടെ. പ്രാർത്ഥനകളോടെ പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.